The Gateway, a journey through the doctrines of faith. മാന്യ പ്രേക്ഷകർക്ക് ഗേറ്റ്വേയിലേക്ക് സ്വാഗതം. The Gateway. അനുരഞ്ജന കുദാശയുടെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ സമകാലീന സമൂഹത്തിലുണ്ടാകാവുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ വിശകലനം ചെയ്തു പോരുകയാണ്. ഇന്ന് അതിൻ്റെ മറ്റൊരു ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ചർച്ചയിൽ നമുക്ക് മറുപടി നൽകുന്നത് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. അഭിനന്ദ പിതാവെ, നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായി ഈ അനുരഞ്ജന കുദാശയുടെ വിവിധ തലങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ഈ സെക്കുലറായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായ സമീപനങ്ങളെ പറ്റിയൊക്കെ നമ്മളിന്ന് തികച്ചും പ്രായോഗികമായ ചില സംശയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ അനുരഞ്ജന കുദാശയെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അനുരഞ്ജന കുദാശയുടെ ഒരു സ്വീകരണത്തെ പറ്റിയുമായി നമ്മൾ ആലോചിക്കുമ്പോൾ സഭയുടെ ഒരു പ്രബോധനം അനുസരിച്ച് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്നുള്ളൊരു നിബന്ധന വെച്ചിട്ടുണ്ട്, ഒരു സഭാ നിയമം. ആ നിയമത്തിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? ഏതൊരു പ്രസ്ഥാനത്തിലും അല്ലെങ്കിൽ സംഘടനയിലും അതിൻ്റെ അംഗത്വം നിലനിർത്തുവാനായിട്ട് ചില പരിമിതമായ നിയമങ്ങൾ വയ്ക്കാറുണ്ട് എന്ന് നമുക്കുള്ളതറിയാം. അപ്പോൾ സഭയെ സംബന്ധിച്ച് സഭയിലുള്ള ഒരു വ്യക്തി വിശ്വാസ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു വിശ്വാസിയാണ്. ആ വിശ്വാസ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട കൗദാശിക അനുഭവങ്ങളെല്ലാം സ്വീകരിച്ച് വിശുദ്ധീകരിച്ച് വിശ്വാസത്തിൽ വളരണം എന്നതാണ് സഭയുടെ ആഗ്രഹം. ചില അവസരത്തിൽ അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് തുടരെ ഇങ്ങനെയുള്ള കൗദാശിക അനുഭവത്തിൽ വന്ന് പങ്കെടുക്കാനായിട്ട് പ്രയാസമുള്ള ധാരാളം വിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു രീതിയിലെന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെയുള്ള കൗദാശിക അനുഭവം സ്വീകരിച്ച് അവരുടെ വിശ്വാസം നവീകരിക്കുകയും അവരുടെ രക്ഷണീയ കർമ്മത്തെപ്പറ്റി അവർ ബോധ്യമുള്ളവരായിത്തീരുകയും രക്ഷയുടെ ആ കൂട്ടായ്മയിൽ, സഭാ കൂട്ടായ്മയിൽ അവർ മുന്നേറുകയും ചെയ്യണം എന്നുള്ള സഭയുടെ വലിയ വിശ്വാസികളോടുള്ള കരുതലും വാത്സല്യം കൊണ്ടാണ് അപ്രകാരം ഒരു നിയമം വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും കുറഞ്ഞ ഒരു യോഗ്യതയായിട്ട് ആ സഭയുടെ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് അതിനെ കാണുന്നു. രണ്ടാമതായിട്ട് ആ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ അവരിപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യവും ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അതിനുള്ളൊരു സാധ്യത ഇല്ലാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ തൊഴിൽപരമായ സാഹചര്യങ്ങൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ ചില വ്യക്തിപരമായ വിശ്വാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെ മുടക്കം വന്നവരെ സംബന്ധിച്ചോളം വീണ്ടും ഒരു അനുരഞ്ജന കുദാശ സ്വീകരണത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ സഭ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പുസ്തകകാലത്ത് യോഗ്യതാപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിയമം ഉണ്ട് എന്ന് വരികിൽ തന്നെയും അത് വളരെ കർക്കശമായി പാലിക്കണം എന്ന് സഭ പറയുമ്പോഴും അതിനകത്തും സ്നേഹപൂർവമായൊരു സമീപനം സഭ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ കൺഫെഷനെ പറ്റി, അനുരഞ്ജന കുദാശയെപ്പറ്റി പറയുമ്പോൾ ഹെർമാസ് ഓഫ് ഷെപ്പേർഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണമുണ്ട്. അതിനകത്ത് ആ ഹെർമാസിനകത്ത് സഭയെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗോപുരമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആ ഗോപുരത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അത് പണിഞ്ഞ് ഉയരുന്ന ഓരോ കാലഘട്ടങ്ങളിലും സമയങ്ങളിലും പുറത്തുള്ള കല്ലുകളെടുത്ത് അത് ഒരുക്കി ആ കെട്ടിടത്തിന് യോഗ്യമായ വിധത്തിൽ ഓരോന്നോരോന്ന് വെച്ച് ആ ഗോപുരം പൂർത്തിയാക്കുന്നത് പോലെ ഹെർമാസ് പറയുന്നത് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരാതെ പുറത്ത് നിൽക്കുന്നു എന്ന് വരികിൽ ഈ കെട്ടിടം പണിയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വാസ കൂട്ടായ്മയിലായിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഓരോ അവസരത്തിലും ആ പരിപരുത്ത കല്ലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് അതിനെ ശുദ്ധീകരിച്ച് സഭയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സഭയുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്. സഭ ഇങ്ങനെ ചില നിബന്ധനകൾ വയ്ക്കുമ്പോഴും
സഭയ്ക്ക് ഉള്ളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കണമെന്നാണല്ലോ വിശ്വാസ വർഷത്തിലെ സഭ പ്രത്യേകമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നിബന്ധനകളും അതോടൊപ്പം തന്നെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുമ്പോഴും ഏതൊരു വിശ്വാസിക്കും അനുദപിച്ച് സഭയിലേക്ക് വരാനായിട്ടുള്ള വാതിൽ എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സഭയുടെ തുറവിയുടെ അല്ലെങ്കിൽ സഭയുടെ കരുണയുടെ ഏറ്റവും വലിയ ഭാഗം. അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു തടസ്സം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ജീവിതാവസ്ഥ കൊണ്ടോ അങ്ങനെ വരാൻ സാധിക്കാത്തവർക്ക് തീർച്ചയായും ഏതവസരത്തിലും സഭയിലേക്ക് തിരികെ വരാനായിട്ടുള്ള കരുണയുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കും. ഒരു വിശ്വാസത്തിലുള്ള വ്യക്തി അല്ലെങ്കിൽ കൂടി പേരുകൊണ്ടോ അതല്ലെങ്കിൽ നിയമപരമായി ഒരു വിശ്വാസത്തിലുള്ള ആളാണെങ്കിൽ കൂടി ഒരു നിരീശ്വരത്വത്തിൻ്റെ വലിയ ലെവലിലുള്ള ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അനുരഞ്ജന കുദാശ സ്വീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയണം. കാരണം കൂദാശയ്ക്ക് അണയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം ഈ കൂദാശ വാഗ്ദാനം ചെയ്യുന്ന രക്ഷയിലേക്കും വിശ്വാസത്തിലേക്കും ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രത്യക്ഷമായ ഒരടയാളം അതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഒരാൾ അനേക നാളായ വിശ്വാസ കൂട്ടായ്മയിൽ വരാതെ അല്ലെങ്കിൽ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ നിരീശ്വരനായി ജീവിച്ചു വന്ന് പറയുന്നു എന്ന് വരികിൽ തന്നെയും അദ്ദേഹം ഒരു വിശ്വാസ അനുഷ്ഠാനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മാനസാന്തരം, അവിടെയാണ് മെറ്റനോയ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലുണ്ടായ ഒരു പരിവർത്തനം അതേത് സമയത്തുണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മനപരിവർത്തനമുണ്ടായി വിശ്വാസത്തിലേക്ക് വരാനായിട്ട് വിശ്വാസം ഇല്ലാതിരുന്ന ഒരാൾ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഭയിലേക്ക് കടന്നു വന്ന് സഭയുടെ രക്ഷാകരമായ ആ കർമ്മത്തിൻ്റെ എല്ലാ കൗദാശി അനുഭവങ്ങളും സ്വീകരിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. അതിന് സഭ നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം പാലിക്കണം എന്നുള്ളതേ ഉള്ളൂ. കുമ്പസാരത്തിലേക്ക് വരുമ്പോഴും കുമ്പസാരത്തിൽ ഇണയുന്ന വ്യക്തിയുടെ വിശ്വാസത്തെ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ അളക്കുവാനായിട്ട് പ്രയാസമുണ്ട്. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ വന്ന് ഒരുങ്ങി മനസ്താപപ്പെട്ട് പാവം ഏറ്റുപറയുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആ കൂദാശയ്ക്ക് അണയുമ്പോൾ അണയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കൂദാശയോട് വലിയ താല്പര്യമുണ്ടെന്നും അത് വാഗ്ദാനം ചെയ്യുന്ന നന്മകളെ സ്വീകരിക്കുന്നുള്ള പ്രത്യക്ഷമായ അടയാളമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അണയുന്നതായിട്ടുള്ള ആൾക്കാരുടെ കുമ്പസാരം നമ്മൾ കേൾക്കുകയും അവർക്ക് പാപമോചനം കൊടുക്കുകയും ചെയ്യണം. പിന്നെ അവരതിനകത്ത് പൂർണ്ണമായിട്ടുള്ള വിശ്വസ്തത പാലിക്കുന്നില്ല എന്ന് വരികിൽ നമുക്ക് അവരോട് കരുണ കാണിക്കുവാൻ മാത്രമേ സാധ്യമാകൂ, മറ്റൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമാവുകയില്ല. അതുകൊണ്ട് കുമ്പസാരത്തിനിണയുന്ന എല്ലാവരും തന്നെ അതിൻ്റെ പരിശുദ്ധിയും അത് ആഗ്രഹിക്കുന്നതായിട്ടുള്ള നന്മകളും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യക്ഷമായ അടയാളം. അതിൻ്റെ മറ്റൊരു പ്രായോഗികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു അനുരഞ്ജന കുദാശ നടത്തിയാൽ മതിയില്ലേ, മോചിക്കപ്പെടുന്നില്ലേ എന്നുള്ളൊരു ചിന്ത വരും. അത് ഈ കുദാശയെ സംബന്ധിച്ച് മാത്രമല്ല, കുദാശ അനുഭവത്തെപ്പറ്റി പറയുമ്പോൾ ഈ കുദാശകൾക്കെല്ലാം രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു കൾട്ടിക്കായിട്ടുള്ള എനാക്ട്മെൻ്റാണ്, ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ചടങ്ങ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അതുവഴിയായിട്ട് ലഭിക്കുന്ന ദൈവകൃപ അല്ലെങ്കിൽ ദൈവ അനുഭവം. അത് വിശുദ്ധ കുർബാനയിലോ അല്ലെങ്കിൽ മറ്റ് കുദാശകളിലോ എല്ലാം ഇത് ബാധകമാണ്. അപ്പോൾ ഒരാൾ വന്ന് കുമ്പസാരിച്ചു, എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, അതിന് പരിഹാരമായിട്ട് പുരോഹിതൻ ചില പ്രാർത്ഥനയോ അല്ലെങ്കിൽ പാപപരിഹാരം ദേശു, അത് കഴിഞ്ഞാൽ വീണ്ടും എനിക്കിത് ആവർത്തിക്കാമെന്ന് പറയുന്നത് കുമ്പസാരം എന്നുള്ള കുദാശ വെറും ഒരു കൾട്ടിക് എക്സ്പീരിയൻസ് ആയിട്ട് എനാക്ട്മെൻ്റ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് കുമ്പസാരത്തിൻ്റെ ഫലദായകത്വം ലഭിക്കുകയില്ല. നല്ല ഒരു കുമ്പസാരം നടത്തുവാനായിട്ട് വേണ്ട ഘടകങ്ങൾ പറഞ്ഞ അവസരത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് ആത്മശോധന, അത് കഴിഞ്ഞാൽ ഉടനെ മനസ്താവം ഉണ്ടായിരിക്കണം. മനസ്താവം എന്ന് പറഞ്ഞാൽ മനപരിവർത്തനമാണ്, അല്ലെങ്കിൽ കൺട്രീഷൻ എന്നുള്ളൊരു മാറ്റമാണ്. അതായത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തി ദൈവസ്നേഹത്തിലേക്കുള്ള കവാടത്തിലേക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാനസികമായ പരിവർത്തനം ഉണ്ടായില്ല എന്ന് വരികിൽ ഇത് ബാഹ്യമായൊരു ചടങ്ങായി മാത്രം നിൽക്കും. അതുകൊണ്ട് സഭ ഒരിക്കലും അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യം ഇതിനകത്ത് ലക്ഷ്യം വെച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഈ കുമ്പസാരം എന്നുള്ള കുദാശയുടെ ഫലം അനുഭവിക്കാതെ വെറും ചില യാന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് മാറും. അതുകൊണ്ട് കുമ്പസാരം പാപം ചെയ്യുവാനായിട്ടുള്ള ഒരു ലൈസൻസായിട്ടോ അല്ലെങ്കിൽ പാവം വീണ്ടും ആവർത്തിക്കാനായിട്ടുള്ള ഒരവസരമായിട്ടോ തീരുവല്ല, മറിച്ച് ഒരിക്കൽ ചെയ്ത പാവം വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഓരോ കുമ്പസാരവും ചെയ്യേണ്ടത്. നമ്മളത് കുർബാന സ്വീകരിക്കുന്ന അവസരത്തിൽ ഒരു മെക്കാനിക്കലായിട്ട് സ്വീകരിച്ചാൽ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് കുമ്പസാരത്തെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഒരു ആശയം വെക്കുന്നത് തന്നെ സഭയുടെ പ്രബോധനങ്ങൾക്ക്, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. ഒരു കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞതായ പാവം
വീണ്ടും ഒരിക്കലും ആവർത്തിക്കാനായിട്ട് പാടില്ല. അതുപോലെ മനസ്സാ വാച കർമ്മണ അങ്ങനെയുള്ള പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അങ്ങനെ പാപം ചെയ്താൽ ആ കുമ്പസാരത്തിൻ്റെ ഒരു ഫലവും അദ്ദേഹത്തിന് ലഭിക്കുവാനായിട്ട് പോകും. അതുകൊണ്ട് അത് വളരെ ഏറെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ മാനുഷിക പ്രകൃതിയെ പറ്റി ചിന്തിച്ച് കഴിയുമ്പോൾ മനുഷ്യർ ജീവിക്കുന്ന സമൂഹത്തിൽ ഈ പറയുന്ന അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തെങ്കിൽ കൂടി വീണ്ടും ആ മനുഷ്യപ്രകൃതിയിലുള്ള തെറ്റുകൾ ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ലേ? മനുഷ്യപ്രകൃതിയിലെ പാപത്തിലേക്കുള്ള ചാച്ചിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില അവസരത്തിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും അങ്ങനെ പാപത്തിലേക്ക് വീണു പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ പാപത്തെപ്പറ്റി പറയുന്ന അവസരത്തിൽ പാപം എന്ന് പറയുന്ന ഒരു ഹബിച്വൽ സിന്നായിട്ടും തുടരെ ചെയ്തു പോകുന്ന ഒരു പാപമായിട്ട്, പ്രത്യേകിച്ച് മാരകമായ പാപത്തെപ്പറ്റി പറയുമ്പോൾ അതൊരു പ്രത്യേക നിമിഷത്തിൽ സംഭവിക്കുന്നതോ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്നതോ അല്ല എന്ന് പ്രത്യേകമായിട്ട് വിടും. അദ്ദേഹത്തിൻ്റെ തുടരെയുള്ള പാപങ്ങളുടെ അതാണ് ഒരു തഴക്കം, പാപങ്ങളുടെ തഴക്കം വന്നിട്ടാണ് ഗൗരവമായ പാപത്തിലേക്ക് വീണു പോകുന്നതും പിന്നെ അതിനകത്ത് തുടരാനായിട്ടുള്ള ഇതുണ്ടാകും. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ തഴക്കത്തിൽ നിന്ന് മാറുന്ന ഒരു വ്യക്തി ദൈവകൃപയിലായിരിക്കണം. ദൈവകൃപയിലായിരിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും പാപത്തിലേക്ക് വീണ്ടും പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ദൈവകൃപയിൽ നമ്മൾ വളരാത്തത് കൊണ്ട്, വിശുദ്ധിയിൽ വളരാത്തത് കൊണ്ടാണ് വീണ്ടും പാപത്തിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അതിലേക്ക് വളരെ വേഗത്തിൽ വീഴാനായിട്ടിടയാകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കുന്നില്ല എന്നിവരിൽ തന്നെയും അതിനെപ്പറ്റി വളരെ ഗൗരവമായിട്ട് ശ്രദ്ധയുള്ളവരായിരിക്കണം. വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാനായിട്ട്. പാപത്തിൽ നമ്മൾ എടുക്കുന്ന കുമ്പസാരത്തിൽ പറയുന്ന ഒരു കാര്യം വീണ്ടും ഇത് ആവർത്തിക്കില്ല എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞിട്ടാണ് നമുക്കറിയാവുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നത്. എങ്കിലും സാറ് പറഞ്ഞ പോലെ മാനുഷിക ബലഹീനതയിൽ അങ്ങനെ സംഭവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ എത്രയും വേഗം കുമ്പസാരത്തിനുണ്ടെന്ന് അത് തിരുത്തി ദൈവകൃപയിൽ വളരുവാനായിട്ട് ശ്രമിക്കണം. നവീകരണത്തിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് പിതാവ് ഉദ്ദേശിക്കുന്നത്. അതെ, നവീകരണം എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, മറിച്ച് തുടരെയായിട്ട് അതിനെപ്പറ്റി ജാഗ്രതയോടുകൂടി നമ്മൾ പരിശ്രമിക്കുകയും ദൈവകൃപയിൽ നിന്ന് മാറാതിരിക്കുവാനായിട്ട് വിശ്വാസ കൂട്ടായ്മയിൽ വളരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും. ഈ അനുരഞ്ജന കുദാശയുമായി നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനോട് ഒത്തുപോകുന്ന അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ട് പോകുന്ന 2 കുദാശകളാണ് മാമോദീസായും വിശുദ്ധ കുർബാനയും. അപ്പോൾ മാമോദീസ സ്വീകരിച്ച വ്യക്തി പിന്നീട് അനുരഞ്ജന കുദാശയ്ക്ക് എത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയം. ആദ്യ നൂറ്റാണ്ടുകളിൽ അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ മുൻപൊരവസരത്തിൽ പറഞ്ഞതുപോലെ അവരെ വിശ്വാസികളെ വിശുദ്ധരെന്നാണ് വിളിച്ചിരുന്നത്. പാപമില്ലാത്തവർ, ദൈവകൃപയിൽ ജീവിക്കുന്നവർ, അവരൊരിക്കലും പിന്നീട് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ മാറിപ്പോവുകയില്ല എന്നുള്ളൊരു വലിയ ചിന്തയും അനുഭവം. കാരണം യേശുക്രിസ്തു ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത രക്ഷാകരമായ അനുഭവം അവരുടെ ഏറ്റവും അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ട് പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കാൻ, പാപത്തിലേക്കെറ്റി പോകാൻ ചിന്തിക്കാനായിട്ടുള്ള സാഹചര്യം അന്നത്തെ വിശ്വാസികൾക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് പാപമോചനം ഇതുപോലുള്ള കുദാശകളും വന്നിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചാണ് അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവർ വലിയ ഒരു ജീവിത സാക്ഷ്യം, സ്നേഹത്തിൻ്റെ സാക്ഷ്യം കൊടുത്ത് ജീവിച്ചു. അപ്പോൾ സാക്ഷി ക്രിസ്ത്യാനികളായിരുന്നു അവർ. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തിൽ അനേകം മാറ്റങ്ങൾ വന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് വരികിൽ തന്നെയും ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ ചിന്തകൾ, അതാണല്ലോ പാപം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നകത്ത് ലോകത്തിലേക്ക് ബന്ധപ്പെടുന്നതാണ് പാപത്തിൻ്റെ ഒരു അവസ്ഥ. ദൈവസ്നേഹത്തെ നിരസിച്ചുകൊണ്ട് ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിലേക്ക് കൂടുതൽ ഭൗതിക കാര്യങ്ങളിലേക്കോ വ്യക്തികളിലേക്കോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പാപത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ മറന്ന് ദൈവത്തെ ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഭൗതിക കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഭൗതിക വ്യക്തികളിലേക്കും മാറ്റം ചുരുങ്ങുന്നതായ സാഹചര്യങ്ങൾ ആധുനിക ലോകത്ത് വളരെ കൂടുതലായതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് വിശ്വാസിലായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു സമൂഹം ഒരുപക്ഷെ വീണ്ടും പാപത്തിൽ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അനേകം സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ചവർ വീണ്ടും ഇങ്ങനെ പാപത്തിൻ്റെ സാഹചര്യ കർമ്മഭാവം അങ്ങ് വീഴുമ്പോൾ അവർ കുമ്പസാരത്തിലൂടെ രക്ഷ അല്ലെങ്കിൽ ദൈവകൃപ വീണ്ടെടുക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളത് സഭയുടെ വ്യക്തമായ പ്രബോധനത്തിൻ്റെ ഭാഗമാണ്. ഈ വിശുദ്ധ കുർബാനയിലും ഈ പാപമോചനം നടക്കുന്നുണ്ട്, പാപമോചനത്തിൻ്റെ ഒരു തലമുണ്ടല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും ഒരു കുമ്പസാരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു സംശയത്തിനും എന്താണ് പിതാവ്? അതെ, ആദ്യ കാലത്തുണ്ടായിരുന്ന ചിന്ത വിശ്വസിച്ച ജനങ്ങൾ ഒന്നിച്ചുകൂടി അപ്പമുറുക്കൽ ശുശ്രൂഷ പങ്കെടുത്ത് അത് സ്വീകരിച്ചിരുന്നു എന്ന് വരികിൽ തന്നെ കുറച്ചേ കഴിഞ്ഞ അവസരത്തിൽ നമുക്കറിയാവുന്ന പോലെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് പാവങ്ങളും അതുപോലെ ലൗകിക താല്പര്യങ്ങളും കടന്നു വന്ന അവസരത്തിൽ
അവരിലെ പാവത്തിൻ്റെ ചാച്ചിലുകൾ ഉണ്ടാകുവാനായിട്ട്, പ്രലോഭനങ്ങൾ ശക്തമാകാനും പാവത്തിൽ വീഴാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം കുർബാന സ്വീകരിക്കുന്ന ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭയുടെ ക്രമമനുസരിച്ച് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ഈസ്റ്റേൺ ചർച്ചസിലൊക്കെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമാകുന്ന തീക്കട്ട നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുക. ഈ തീക്കട്ട എന്ന് പറയുമ്പോൾ പാപങ്ങൾ മോചിച്ച് തിന്മകളെല്ലാം കളയുന്നതായിട്ടുള്ള ഒരു സങ്കല്പം അതിനകത്തുണ്ട് പൗരസ്ത്യ സഭകൾക്കെല്ലാം. എങ്കിലും പാപമില്ലാത്ത ഒരാളായിരിക്കണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത്. പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാപത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോടും രക്തത്തോടും അപരാധം ചെയ്യുന്നവർ. അതുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരെ പാപങ്ങൾ മോചിച്ച് ദൈവകൃപയിലായിരിക്കണം എന്നുള്ള നിഷ്ഠ കൊണ്ടാണ് കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം പറയുന്നത്. ഒരു വിശദീകരണത്തിൻ്റെ തലമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഉണ്ടാകാവുന്ന ഒരു സംശയം, പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അനുരഞ്ജന ഉദാശിക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കുമ്പസാരത്തെ സംബന്ധിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങളെ നമ്മുടെ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കുദാശകൾക്കും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സാറിവിടെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ പാപങ്ങൾ മോചിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷേ കുർബാന സ്വീകരിച്ചു കഴിയുന്ന പാപങ്ങൾ മോചനേക്കാൾ ഉപരിയായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്, സ്നേഹത്തിലേക്ക് വരുന്ന അനുഭവമാണ്. അപ്പോൾ കുമ്പസാരം എന്നുള്ള കുദാശ നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അകന്നു വരികൾ ദൈവത്തിൽ നിന്നും സഹോദരനിൽ നിന്നും സമൂഹത്തിലും അകന്ന് തന്നിൽ തന്നെയുള്ളൊരു ചെറിയ ലോകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കുദാശയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അങ്ങനെ ഈ അനുരഞ്ജന കുദാശ സ്വീകരിക്കുന്നതായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് കുദാശ സ്വീകരണം. അപ്പോൾ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ മോചിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗവും. രണ്ടാമത്തെ ഭാഗം എന്താണ്? പാപങ്ങൾ മോചിച്ചു കഴിയുമ്പോൾ ദൈവകൃപയിലും വിശ്വാസത്തിൻ്റെ വളർച്ചയിലും വിശുദ്ധീകരണത്തിൽ അദ്ദേഹം അനുദിനം വളരുന്ന അനുഭവം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് കുമ്പസാരം എന്നുള്ള കൂദാശ പാപമില്ല എന്ന് വരികയും ചെയ്യുമ്പോൾ ഈ കൂദാശയുടെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുവാനായിട്ടിടയാകും. അതുകൊണ്ട് കുമ്പസാരിക്കുവാൻ പാപം വേണം എന്നുള്ളത് ഒരു പ്രത്യേകമായ നിബന്ധനയല്ല, മറിച്ച് ഇതൊരു കുദാശ ആയതുകൊണ്ട് എത്രമാത്രം നമ്മൾ ഒരുങ്ങി കുമ്പസാരിച്ച് കുദാശ സ്വീകരിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ജീവിത വിശുദ്ധിയിൽ, അതുപോലെ ദൈവത്തിൻ്റെ രക്ഷണീയമായിട്ടുള്ള കർമ്മത്തിൽ, രക്ഷാകരമായ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുന്ന അനേകം സന്തോഷവും ആഹ്ലാദവും സ്വാതന്ത്ര്യവും പ്രതീക്ഷയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സന്തോഷവും ലഭിക്കുന്നതുകൊണ്ട് പാപമില്ലാത്ത അവസ്ഥയിലും കുമ്പസാരിക്കുന്നത് വളരെയേറെ അനുഗ്രഹദായകമായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ മനുഷ്യ പ്രകൃതിക്ക് അങ്ങനെ പാപമില്ലാത്തൊരവസ്ഥ എന്ന് പറയാൻ പറ്റുമോ? അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ സഭയുടെ പ്രബോധനവും സഭയുടെ യാഥാർത്ഥ്യവും അനുസരിച്ച് വിശുദ്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം ഒരു പാപത്തിൻ്റെ അവസ്ഥയിലാണ് വിശുദ്ധരായിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യ പ്രകൃതിയിൽ പാപം ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആദാവും ഹവ്വായും ദൈവം സൃഷ്ടിക്കപ്പെട്ട അവസരത്തിൽ സമ്പൂർണ്ണമായ ദൈവകൃപയിലും ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവം അവരോടൊപ്പം നടന്ന് ജീവിച്ചിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അവരെ എപ്പോൾ ദൈവകൽപ്പന ലംഘിച്ച് പാപത്തിന് അടിമകളായോ അപ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള അകലം, തങ്ങളുടെ കുറവുകളെപ്പറ്റി, പാപത്തെപ്പറ്റി അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ ജന്മനാ തന്നെ ഒരു പാപബോധം അവനുണ്ട്, അല്ലെങ്കിൽ ജന്മപാപത്തിൻ്റെ സാധ്യത അവൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ പാപമില്ലാത്ത അവസ്ഥയിൽ വളരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ തിരുസഭാ മാതാവ് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗത്തിൻ്റെ അടയാളമായ രക്ഷയുടെ എല്ലാ നന്മകളും വരപ്രസാദങ്ങളും കൃപയും നമുക്ക് നൽകുമ്പോൾ പാപത്തിന് സാധ്യതയുള്ള അല്ലെങ്കിൽ പാപത്തിലേക്ക് പ്രലോഭനമുള്ള മനുഷ്യന് പാപം കൂടാതെ ദൈവകൃപയിൽ അനുദിനം വളരാനായിട്ട് സാധ്യമാകും. അങ്ങനെ വളരുന്ന അനുഭവത്തിലൂടെയാണ് അനേകം വിശുദ്ധർ പാപമില്ലാത്തവരായി ദൈവകൃപയിൽ വസിച്ച് അവരിലൂടെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ സഭയിലെ വിശുദ്ധന്മാരെല്ലാം നമ്മളെപ്പോലുള്ള മനുഷ്യരായിരുന്നു. ആ മനുഷ്യർ ദൈവകൃപയിൽ വളർന്നുകൊണ്ടാണ് വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കൂട്ടുകാരാണല്ലോ വിശുദ്ധരെന്ന് പറയുന്നത്. ആ വിശുദ്ധ പദവിയിലേക്ക് വളരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പാപത്തിൽ ജീവിക്കാൻ സാധ്യമാവും, പാപത്തിൽ പ്രലോഭനത്തിനാണ് എപ്പോഴും എന്ന് പറയാൻ സാധ്യമല്ല. അതിനെ അതിജീവിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും മറ്റുള്ളവർക്ക് നല്ല മാതൃക കൊടുക്കുന്നതിലും സ്വർഗത്തിലെ മാലാഖമാർക്ക് അടുത്തതായ ദൈവസൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആദാവിനെ ഹവ്വായെ സൃഷ്ടിച്ച അവസരത്തിൽ
മാലാഖമാർക്ക് അടുത്തതായ മാലാഖമാരെക്കാൾ അല്പം താഴെയുള്ളൊരു സ്ഥാനം കൊടുത്താണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് വിശുദ്ധിയിൽ വളരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് ശ്രദ്ധിച്ച് സഭയുടെ നന്മകൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ ഒരു അനുരഞ്ജന കുദാശയ്ക്ക് ഒരു ഇത്ര സമയമെടുത്ത് ഇത്ര വലിയ ഒരു മഹത്വത്തിൻ്റെതായ അല്ലെങ്കിൽ വലിയൊരു തീരുമാനത്തിൻ്റെതായ തലത്തിലേക്ക് അങ്ങനെ പോകാനുള്ള ഒരു സമയക്കുറവുണ്ടല്ലോ ആധുനിക ജീവിതത്തിൻ്റെ ഒരു പറഞ്ഞ. ആ ഒരു സമയക്കുറവ് അല്ലെങ്കിൽ ആ ഒരു തിരക്ക് ഈ അനുരഞ്ജന കുദാശയുടെ ഗുണഫലങ്ങളെ ഇല്ലാതാക്കുമോ? കുദാശകളെ സംബന്ധിച്ച് നമ്മൾ ഒരുങ്ങി കുദാശകൾ സ്വീകരിക്കണം എന്നുള്ളത് അതിൻ്റെ ഫലദായകത്തിന് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം കുർബാനയാണെന്നവരിലും കുമ്പസാരമാണെന്നതിലും മറ്റു കുദാശകളൊക്കെ ആണെന്നവരിലും നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയാണല്ലോ അതിൻ്റെ ഫലങ്ങളെ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നന്നായിട്ടൊരുങ്ങി പരീക്ഷ എഴുതിയില്ല എന്ന് വരികിൽ നല്ല മാർക്ക് ലഭിക്കാനായിട്ട് സാധ്യമല്ല. അതുപോലെ മത്സര പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർ അപ്പം ഓരോ ജീവിതാവസ്ഥയിലും അതിൻ്റേതായിട്ടുള്ള ഒരുക്കം ആവശ്യമാണ്. എനിക്ക് തിരക്കുണ്ടായിരുന്നു, അല്ലെന്നൊരിൽ സമയം കിട്ടിയില്ല, അല്ലെന്നൊരിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയാസമായിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ സാങ്കേതികത്വമാണ്. അപ്പോൾ അതിൻ്റെ ഫലദായകത്വത്തിന് ഓരോന്നിനും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരുക്കവും അതിന് ആവശ്യമുള്ള സമയവും അതിനുള്ള സന്മനസ്സും അതിനുള്ള വിനയവും നമ്മൾ കാണിച്ചായിരിക്കണം. വ്യക്തിപരമായ ഒരുക്കത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് പറയുമ്പോൾ തന്നെ പലപ്പോഴും അങ്ങനെ ഒരു ഒരുക്കത്തിന് സാധ്യതയില്ലാത്ത രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അതല്ലെങ്കിൽ അബോധാവസ്ഥയിലുള്ള ആൾക്കാരുണ്ടാവാം. ഇവർക്ക് ആ ഒരു അനുരഞ്ജന കുദാശയുടെ ഒരു സാധ്യത എന്താ? തീർച്ചയായിട്ടും സഭയുടെ നന്മയിൽ നിന്ന് എല്ലാ അവസ്ഥയിലുമുള്ള മനുഷ്യർക്ക് സഭ വളരെ ജനറസായിട്ട് അല്ലെങ്കിൽ വളരെയേറെ സ്നേഹത്തോടു കൂടി നന്മകൾ പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. രോഗികളെ സംബന്ധിച്ച് പറയുമ്പോൾ രോഗികളുള്ള സമീപനത്തിൽ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരോട് കരുണ കാണിക്കണം എന്നുള്ളതാണ്. അത് സഭയായിരുന്നാലും ഏറ്റവും കൂടുതൽ കരുണ കാണിച്ചിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ രോഗത്തിലൊരാളായിരിക്കുന്നു, അദ്ദേഹത്തിന് കുമ്പസാരം പൂർണ്ണമായി നടത്താനായിട്ടുള്ള ശാരീരിക സൗഖ്യമില്ല. അപ്പോൾ അത് വലിയ വിശാലമായ സാറ് പറഞ്ഞ പോലെ ഒരുങ്ങി വന്ന് കുമ്പസാരം നടത്താനായിട്ട് സാധ്യമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പള്ളിയിൽ വരാൻ പോലും പ്രയാസം കാണും. തിരിച്ച് പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് രോഗക്കിടക്കയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയാൻ സാധ്യമാകുമെന്ന് വരികിൽ അതിന് പ്രത്യേകമായ നിബന്ധനകളും വെക്കാതെ അത് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക. ഇനി ഏറ്റുപറയാൻ സാധ്യമല്ല, സംസാരശേഷി നഷ്ടപ്പെട്ട ഒരാളാണെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിശ്വാസത്തെ കരുതി ഈ പുരോഹിതന് പാപമോചനം കൊടുത്ത് അനുരഞ്ജന കുദാശയുടെ നന്മയിലേക്ക് നയിക്കാനായിട്ട് സാധ്യമാകും. രണ്ടാമത് സാധിച്ചു ആ കാര്യം അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തെപ്പറ്റി പുരോഹിതന് ബോധ്യമുണ്ട് എന്ന് വരികിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബോധാവസ്ഥയുള്ള ആൾ വിശ്വാസിയായിരുന്നുവെന്നും അദ്ദേഹത്തിന് കുമ്പസാരിക്കും അനുരഞ്ജന കുദാശയുടെ നന്മ കിട്ടാനായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്നും അവരത് പറഞ്ഞാൽ പുരോഹിതന് ബോധാവസ്ഥയുള്ള ആളിൻ്റെയും പാപങ്ങൾ മോചിച്ച് അനുരഞ്ജന കുദാശയുടെ നന്മകൾ സഭയുടെ വലിയ കരുണയുടെ ഭാഗമായി അനുകമ്പയുടെ ഭാഗമായി അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട വിഷയമാണ്. രോഗാവസ്ഥയിലുള്ള വ്യക്തി വിശ്വാസി ഒരുപക്ഷെ പ്രകടമായൊരു വിശ്വാസത്തിലുണ്ടായിരുന്ന ആളായിരിക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെട്ടാൽ ഇത്തരത്തിലുള്ളൊരു അനുരഞ്ജന കുദാശയ്ക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് സഭയുടെ നന്മകൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ആർക്കും അത് ഡിനൈനായിട്ട് സാധ്യമല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് ഫലദായകത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് ചില നിബന്ധനകൾ അല്ലെങ്കിൽ അനുഷ്ഠാന ക്രമങ്ങളെ പാലിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അബോധാവസ്ഥയിലുള്ള ഒരു വ്യക്തി അദ്ദേഹം പൂർവ്വകാലങ്ങളിൽ വളരെ കൃത്യമായി സഭയുടെ നിയമങ്ങൾ പാലിച്ചിരുന്നില്ല എന്ന് വരികിൽ തന്നെയും അദ്ദേഹത്തിന് അനുരഞ്ജന കുദാശയുടെ നന്മകൾ ലഭ്യമാകണമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് കൊടുക്കണം എന്നുള്ളതാണ് സഭയുടെ. ഇനി അത് ഫലപ്രദമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട് കൊടുത്ത ഒരു കുദാശയുടെ ഫലദായകത നിർണ്ണയിക്കേണ്ടത് കൊടുക്കുന്നയാളോ അല്ലെന്ന നിലയിൽ സ്വീകരിക്കുന്നയാളോ അല്ലെങ്കിൽ മറിച്ച് അതിനെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവമാണ് കരുണ തോന്നി ഇതിൻ്റെ ഫലം അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും അദ്ദേഹത്തിന് വേണ്ടി വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്ന മാനസികാവസ്ഥയും അതിനെ വിവേചിച്ചറിയുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്ക് അത് സമർപ്പിച്ച് കൊടുക്കണം എന്നുള്ളതാണ് സഭയുടെ താല്പര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന ഒരു സഭാ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരു മഹറോൻ ശിക്ഷ നൽകുന്ന
വളരെ അപൂർവമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അപൂർവമായ സന്ദർഭങ്ങളിൽ പോലും ഒരു ശിക്ഷ കൊടുക്കുന്ന ആൾക്ക് ഇത്തരം ഒരു അനുരഞ്ജന കുദാശയുടെ സാധ്യത ഇല്ലാതാവുന്നില്ലേ? അതായത് സഭയിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽപ്പില്ല. ഇപ്പോൾ സഭയിൽ ഒരിടത്തും അങ്ങനെ മഖ്റാൻ കുദാശയോ അല്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇപ്പോൾ സഭ പൊതുവായിട്ട് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ സഭ സ്നേഹപൂർവ്വം ചില ഉപദേശങ്ങൾ സഭയുടെ പ്രഖ്യാപിതമായ അല്ലെങ്കിൽ രക്ഷാകരമായ കർമ്മത്തോട് യോജിക്കാത്ത ചില സാഹചര്യങ്ങൾ ജീവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നവർക്ക് സ്നേഹപൂർവ്വം ചില ഉപദേശങ്ങൾ സഭ കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ ഗൈഡൻസ് എന്നോ ഉപദേശം എന്നൊക്കെ പറയാനായിട്ട് സാധ്യമാകും. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരത് മനസ്സിലാക്കുകയും അതിൻ്റെ നന്മകൾ അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ നന്മകൾ അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ടുള്ള സഭയുടെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് കണ്ട് അദ്ദേഹം ആ ഒരു തിരുത്തൽ അല്ലെങ്കിൽ കുറവ് പരിഹരിച്ച് വരികയാണെന്നവരിൽ തീർച്ചയായിട്ടും ഏതൊരു അനുതാപിയെയും ഏത് സമയത്തും സ്വീകരിക്കുവാനായിട്ടാണല്ലോ നമ്മുടെ സഭയുടെ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. അപ്പോൾ സഭയിൽ നിന്നങ്ങനെ ആരെയും അകറ്റി നിർത്തുവാനായിട്ടുള്ള അവകാശം നമുക്കില്ല. എങ്കിലും അവരുടെ കുറവുകളെ സംബന്ധിച്ച് പരിഹരിക്കുവാനായിട്ടുള്ള ഉപദേശവും അതിന് വേണ്ട സമയവും സാവകാശവും സ്നേഹപൂർവ്വമായിട്ടുള്ള അവർക്ക് കൊടുക്കുന്ന ഉപദേശമൊക്കെ സഭയുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അത് സ്വീകരിച്ച് അവരെ സഭയുടെ വിശ്വാസത്തിലേക്ക് വരുവാൻ സന്മനസ് കാണിച്ചാൽ തീർച്ചയായിട്ടും അവരെ സഭയുടെ കുദാശകളിലേക്ക് സ്വീകരിച്ച് അനുഗ്രഹിക്കണം എന്നതാണ് സഭയുടെ പൊതുവായ താല്പര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അനുരഞ്ജന കുദാശയുടെ പൊതുവായ ആഘോഷമുണ്ട്. ചില സന്ദർഭങ്ങളിൽ കുമ്പസാരിക്കേണ്ട അനുരഞ്ജന കുദാശയ്ക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം, അതല്ലെങ്കിൽ വൈദികരുടെ അഭാവം. ഇത്തരം സന്ദർഭങ്ങളിൽ പൊതുവായ അനുരഞ്ജന കുദാശകൾ പരികർമ്മം ചെയ്യാനായിട്ട് പറ്റുമോ? ഉണ്ട്. സഭ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ പെരുന്നാളുകളിൽ അല്ലെങ്കിൽ അനേകായിരം ജനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഓരോരുത്തരെയും കുമ്പസാരിപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യവും സാവകാശവും അന്നേരം ഉണ്ടായിരിക്കുകയില്ല. ഈ വിശ്വാസികൾക്കെല്ലാം വിശുദ്ധ കുർബാനയുടെ നന്മകൾ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് പെരുന്നാൾ അവസരങ്ങളിലോ കൺവെൻഷൻ അവസരങ്ങളിലോ ഒക്കെ വരുമ്പോൾ ആ രൂപതയുടെ മെത്രാന് പ്രത്യേക അനുവാദത്തോടു കൂടി വൈദികർക്ക് അങ്ങനെ ഒരു അവകാശം സ്വീകരിക്കുകയും അത് പൊതുവായിട്ട് ദേവാലയത്തിൽ അവരെല്ലാം വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി വചന ശുശ്രൂഷ നടത്തി നല്ല ഉപദേശങ്ങൾ നൽകി അവർക്ക് ആ പ്രത്യേക സാഹചര്യത്തിൽ കുർബാന കൊടുക്കുവാനായിട്ടുള്ള പ്രത്യേക അവസരങ്ങൾ അല്ലെങ്കിൽ അനുവാദം രൂപത അധ്യക്ഷന്മാർ സഭയുടെ പേരിൽ വിശ്വാസികൾക്ക് നൽകാറുണ്ട്. അത് പ്രത്യേക സാഹചര്യങ്ങളാണ്. അത് ആ രൂപത അധ്യക്ഷന് വിവേചിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക അവകാശമാണ്. അത് എക്സെപ്ഷണൽ ആയിട്ടുള്ള അവകാശമാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും വളരെയേറെ അടുത്ത കുമ്പസാരത്തിൽ ഈ വിശ്വാസികൾ അവരവരുടെ പള്ളികളിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ പോകുമ്പോൾ അവർ പറയേണ്ട പാവങ്ങൾ അടുത്ത കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കൂടുതൽ വെച്ചിട്ട് നേടിയാൽ മതി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സഭ കൊടുക്കുന്ന ഈ ഒരു വലിയ അനുകമ്പയുടെയോ ആർദ്രതയുടെയോ അവസരം ഉപയോഗപ്പെടുത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കഠിനമായ പാപങ്ങൾ കുറവുകൾ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എന്ന നിലയിൽ അടുത്ത കുമ്പസാരത ഏറ്റുപറഞ്ഞ് അത് മോചനം സ്വീകരിക്കുകയും ചെയ്യാൻ മതിയാവും. അനുരഞ്ജന കുദാശയുടെ പ്രായോഗികമായ തലങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. സാധാരണ നമ്മുടെ അനുദിന ജീവിതത്തിൽ സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടാകാവുന്ന പ്രായോഗികമായ സംശയങ്ങൾക്ക് പിതാവ് വളരെ ആധികാരികമായി നമ്മളോട് സംസാരിച്ചു. ഇന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ആശയങ്ങൾക്ക് കൃത്യമായ വിശദീകരണം തന്ന അഭിനന്ദ പിതാവിന് നന്ദി പ്രകാശിപ്പിക്കുന്നു.